കിഫ്ബിയിൽ നിന്നും 257 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പുതിയ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ 15 വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 10 വർഷം കൊണ്ട് കിഫ്ബിയിലൂടെ 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി ലക്ഷ്യമിട്ടതെങ്കിലും അത് 62,000 കോടി രൂപയായി ഉയർന്നു. ഈ സർക്കാരിന്റെ കാലത്ത് അത് 1 ലക്ഷം കോടി രൂപയിലെത്തി എന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് സംസ്ഥാനത്ത് അത്ഭുതകരമായ മാറ്റമാണ് 10 വർഷവും കൊണ്ടുണ്ടായത്. ലാഭത്തിൽ മാത്രം കണ്ണുനട്ട് പ്രസിദ്ധമായ ചില സ്വകാര്യ ആശുപത്രികളിലേക്ക് ആഗോള ഭീമന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവിടങ്ങളിൽ സൗകര്യങ്ങളിലൊന്നും മാറ്റമില്ലെന്നും ചികിത്സയ്ക്ക് ഈടാക്കുന്ന തുകയിൽ വലിയ വർധനയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് മികച്ച സ്വകാര്യ ആശുപത്രികളോടും കിടപിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സർക്കാർ ആശുപത്രികളെ ഉയർത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നവകേരളം എന്നത് സങ്കല്പമല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും അവിടേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ തലയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളോട് പ്രത്യേകമായി പറയേണ്ടത്. മധ്യ കേരളത്തിലെ ആരോഗ്യ പരിപാലന കാര്യത്തിൽ സംശയമില്ലാതെ പറയാൻ പറ്റും, ഏറ്റവും മികവാർന്ന സ്ഥാപനമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതിവിപുലമായ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കാനും മികച്ച ചികിത്സ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാക്കാനും സാധിച്ചെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മാത്രമല്ല രാജ്യത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിലും ചികിത്സയിലും പുതിയ റെക്കോർഡുകൾ അനേകം സൃഷ്ടിച്ച മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചു, 283.5 കോടി രൂപയുടെ 15 പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പൂർത്തീകരിച്ച പദ്ധതികളാണ്. 1150 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയതെന്നും കിഫ്ബി വഴി സർക്കാർ നൽകിയ പിന്തുണയിലൂടെയാണ് ഇത് സാധ്യമായതെന്നും ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളാണ് ഈ 10 വർഷത്തിനുള്ളിൽ ഈ മെഡിക്കൽ കോളേജിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ മെഡിക്കൽ കോളേജിൽ ഒരു ദശാബ്ദത്തിന് മുമ്പ് വന്ന ഒരാൾ പഴയ മെഡിക്കൽ കോളേജാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ കവാടങ്ങൾ മുതൽ ഓരോ വാർഡിലും ഓരോ മുക്കിനും ഓരോ മൂലയിലും ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന അത്ഭുതകരമായ നേട്ടങ്ങളുടെ ഉള്ളടക്കം. എംപിമാരായ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കെ വി വിശ്വനാഥൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. 7.88 കോടി രൂപ ചെലവഴിച്ചുള്ള കാത്ത് ലാബ്, 6 കോടി രൂപ മുതൽ മുടക്കിയുള്ള പാരാമെഡിക്കൽ ഹോസ്റ്റലിന്റെ പൂർത്തിയാക്കിയ 1ാം ഘട്ടം, 4.28 കോടി രൂപ വിനിയോഗിച്ചുള്ള ക്യാൻസർ ബ്ലോക്കിലെ 32 സ്ലൈസ് CT സ്കാനിംഗ് സംവിധാനം, 1.25 കോടി രൂപ വിനിയോഗിച്ചുള്ള നവീകരിച്ച പ്രധാന കവാടം, 1.20 കോടി രൂപ വിനിയോഗിച്ചുള്ള ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരുക്കിയ മാതൃ നവജാത ശിശു പരിചരണ യൂണിറ്റ്, 64.57 ലക്ഷം രൂപ മുടക്കിയ സ്കിൻ ബാങ്ക്, 60 ലക്ഷം രൂപ ചിലവിൽ ക്രഷ്, 64.2 ലക്ഷം രൂപ ചെലവിൽ ലാക്ടേഷൻ മാനേജ്മെന്റ് സെന്റർ, CRS ഫണ്ട് ഉപയോഗിച്ച് സജ്ജമാക്കിയ കാർഡിയാക് റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, കാർഡിയോളജി ആൻഡ് കാർഡിയോ തൊറാസിക് ബ്ലോക്കിലെ ഉപകരണങ്ങൾ, എക്കോ മെഷീൻ, CM മെഷീൻ, വെന്റിലേറ്ററുകൾ എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.